ഈ IPL-ൽ ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്യുക RCB ആയിരിക്കുമെന്ന് ആർഡൻ ഗിൽക്രിസ്റ്റ് തമാശ പറഞ്ഞ് നാക്കിയെടുത്തിട്ടേയുള്ളൂ. ഈഡൻ ഗാർഡനിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയെ മലർത്തിയടിച്ച് RCB സീസൺ തുടങ്ങിയിരിക്കുന്നു. ഏതെങ്കിലും മൊമെന്റുകളുടെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസിന്റെയോ ബലത്തിലല്ല ഈ വിജയം. സകല ഡിപ്പാർട്ട്മെന്റിലും സമഗ്രാധിപത്യം പുലർത്തിയാണ് ആദ്യ വിജയത്തിന്റെ മധുരം RCB കുടിച്ചു തീർത്തത്. ഈഡൻ ഗാർഡനിൽ തടിച്ചുകൂടിയ ജനസാഗരത്തെ നിശബ്ദമാക്കിയാണ് RCB മത്സരം തുടങ്ങിയത്. ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുത്ത തീരുമാനം ശരിയായിരുന്നുവെന്ന് ഹേസൽവുഡ് ആദ്യമേ തെളിയിച്ചു. ആദ്യ ഓവറിൽ തന്നെ കിൻഡൻ ഡിക്കോക്ക് പുറത്ത്. ആദ്യ 3 ഓവറുകളിൽ കൊൽക്കത്ത സ്കോർ ബോർഡിൽ പിറന്നത് വെറും 9 റൺസ് മാത്രം. 2 ദിവസമായി കൊൽക്കത്തയിൽ തിമിർത്തു പെയ്ത പേമാരി പിച്ചിനെയും ബാധിച്ചോ എന്ന് തോന്നി തുടങ്ങി. പൊതുവെ കണ്ണും പൂട്ടി അടിക്കാറുള്ള നരേൻ വരെ 11 പന്തിൽ 5 റൺസുമായി ക്രീസിൽ പരുങ്ങുന്നു. അതിനിടയിലാണ് ശാന്തമായി ക്രീസിലേക്ക് വന്ന രഹാനെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്നത്. 4ാം ഓവർ എറിഞ്ഞ റാസിഖ് സലാമിനെതിരെ രഹാനെ കൗണ്ടർ അറ്റാക്ക് നടത്തുന്നു. ആ ഓവറിൽ മാത്രം പിറന്നത് 16 റൺസ്. തുടക്കത്തിലെ ആലസ്യം വിട്ട് KKR ഫുൾ ഫ്ലോയിലേക്ക് മാറി. നരേനും അടിച്ചു തുടങ്ങിയതോടെ പവർ പ്ലേയിലെ അടുത്ത 3 ഓവറിൽ പിറന്നത് 51 റൺസ്. അങ്ങനെ 6 ഓവർ അവസാനിക്കുമ്പോൾ KKR 1-60. ഈഡൻ ഗാർഡനിൽ വീണ്ടും ആരവങ്ങൾ ഉണർന്നു. രഹാനെ 25 പന്തുകളിൽ അർദ്ധ സെഞ്ചുറി പിന്നിട്ടു. ഇയാൾ ഇതെന്തൊരു മനുഷ്യനാണ് എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞത്. ലേലത്തിൽ അധികമാർക്കും വേണ്ടാതിരുന്ന രഹാനെയെ അവസാനമാണ് കൊൽക്കത്ത ചൂണ്ടിയത്. പ്ലേയിങ് 11-ൽ പോലും ഉണ്ടാകുമോ എന്നായിരുന്നു എല്ലാവരുടെയും സംശയം. പക്ഷേ തീർത്തും അപ്രതീക്ഷിതമായി ക്യാപ്റ്റനുമായി. 1.5 കോടിയാണ് രഹാനക്കായി KKR കൂലി പറഞ്ഞത്. IPL ക്യാപ്റ്റന്മാരിൽ കോടികളുടെ എണ്ണത്തിൽ 2 അക്കം കടക്കാത്ത ഒരേ ഒരാൾ. പക്ഷേ മറ്റുള്ളവരുടെ നിർവചനങ്ങളിൽ ഒതുങ്ങുന്നയാളല്ല താനെന്ന് അയാൾ ഒരിക്കൽ കൂടി തെളിയിച്ചു. 10 ഓവർ തികയും മുമ്പേ 100 പിന്നിട്ട KKR ഏറ്റവും ചുരുങ്ങിയത് 220 അടിച്ചെടുക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അവിടുന്ന് അങ്ങോട്ട് RCBക്കായി ഒരാൾ ടേബിൾ ടേൺ ചെയ്യുന്നു. കൃണാൽ പാണ്ഡ്യ. പല വേഗതയിലും പല വേരിയേഷനുകളും പന്തെറിഞ്ഞ കൃണാലിന് മുന്നിൽ രഹാനെ, വെങ്കടേഷ് അയ്യർ, റിങ്കു സിംഗ് എന്നിവരടങ്ങിയ മധ്യനിര ആയുധം സറണ്ടർ ചെയ്തു. ഹെൽമെറ്റിടാത്ത വെങ്കടേഷിന് നേരെ കൃണാൽ ബൗൺസർ വരെ എറിഞ്ഞു. എന്നിട്ടും KKRന് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം റസൽ വരാനുണ്ട്. പക്ഷേ അതുവരെ മത്സരത്തിൽ നന്നായി തല്ലുകൊണ്ട സുയാഷ് റസലിനെ ക്ലീൻ ബൗൾഡാക്കി പേരുദോഷം തിരുത്തി. അവസാന ഓവറുകളിൽ ഹേസൽവുഡും യാഷ് ദയാലും വരിഞ്ഞു മുറുക്കിയതോടെ KKR സ്കോർ 174-ൽ ഒതുങ്ങി. പ്രതീക്ഷിക്കപ്പെട്ടതിലും 50 റൺസെങ്കിലും കുറവ്. RCB മത്സരം പാതി അവിടെ വെച്ചേ ജയിച്ചു. നിശ്ചയമായും ഈ കംബാക്കിൽ ക്യാപ്റ്റൻ രജിത് പട്ടീദാറിനെ അഭിമാനിക്കാം. മറുപടി ബാറ്റിംഗിൽ ആദ്യ പന്തിലെ ഫിൽ സോൾട്ട് നയം വ്യക്തമാക്കി. നേരിട്ട് ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറിയാക്കി കോഹ്ലിയും അതിനൊപ്പം അണിചേർന്നു. ഫിൽ സോൾട്ട് തകർപ്പൻ ടച്ചിലായിരുന്നു. ബാറ്റിൽ കൊണ്ടതെല്ലാം പറന്നു. പോയ വർഷം തങ്ങൾക്കായി മികച്ച തുടക്കം നൽകിയവൻ എതിർ ടീമിനായി ആഞ്ഞടിക്കുന്ന ദാരുണ രംഗം KKR ആരാധകർ നോക്കി നിന്നു. പക്ഷേ മത്സരം ഒന്നും പറയാനായിട്ടില്ല. കാരണം കൊൽക്കത്തയുടെ പവർ ഹൗസായ 2 സ്പിന്നർമാർ ഇനി വരാറുണ്ട്. കൃണാൽ പാണ്ഡ്യക്ക് മറുപടിയായി ഇവർ കരുതി വെച്ച വെല്ലുവിളി എന്താണെന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. 4ാം ഓവറിനായി വരുൺ ചക്രവർത്തിയെ രഹാനെ വിളിച്ചു. പക്ഷേ മിസ്റ്ററി സ്പിന്നറെ ഒരു ബഹുമാനവുമില്ലാതെ സോൾട്ട് തൂക്കിയടിച്ചു. 3 ബൗണ്ടറികളും 1 സിക്സറുമാണ് ആ ഓവറിൽ മാത്രം പിറന്നത്. അതോടെ മത്സരത്തിന്റെ വിധി തീരുമാനമായിരുന്നു. പിന്നീട് ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ട ജോലി മാത്രം. 5ാം ഓവറിൽ മറ്റൊരു മനോഹര ദൃശ്യം കൂടി ഉണ്ടായിരുന്നു. IPL-ൽ തന്റെ ആദ്യ പന്തെറിയാനെത്തിയ സ്പെൻസർ ജോൺസനെ കോഹ്ലി ഏറ്റവും മനോഹരമായി വെൽക്കം ചെയ്തു. തുടരെ 2 ബ്യൂട്ടിഫുൾ സിക്സറുകൾ. ഇതിഹാസ താരത്തിന്റെ ക്ലാസും ടൈമിങ്ങുമെല്ലാം ഒരുപോലെ ഒത്തുചേർന്ന മനോഹരമായ 2 ഷോട്ടുകൾ. കണ്ടവർ അറിയാതെ വൗ എന്ന് പറഞ്ഞുപോയി. സോൾട്ടും കോഹ്ലിയും അടി തുടർന്നതോടെ സ്കോർ കുതിച്ചു പാഞ്ഞു. 8 ഓവറിൽ നിൽക്കെ അർദ്ധ സെഞ്ചുറിയുമായി സോൾട്ട് തിരിഞ്ഞു നടന്നു. ഇമ്പാക്ട് പ്ലെയറായി ദേവദത്ത് പടിക്കലിനെ അയക്കുന്നു. മറുവശത്ത് കോഹ്ലിയും അർദ്ധ സെഞ്ചുറിയിലേക്ക്. ഇന്ത്യനെ കുറിച്ചും സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചുമൊന്നും പറയാൻ ആർക്കും ഒരു അവസരവും കൊടുക്കാതെയാണ് കോഹ്ലി കൊട്ടിക്കയറിയത്. ആദ്യ 10 പന്തിൽ തന്നെ 25 റൺസാണ് കോഹ്ലി അടിച്ചെടുത്തത്. ആദ്യ 10 പന്തുകളിൽ ഇത്രയും റൺസ് കോഹ്ലി അടിക്കുന്നത് ഇതാദ്യമാണ്. അതിനിടയിൽ കാര്യമായ ചലനമില്ലാതെ പടിക്കൽ മടങ്ങി. ആ വിക്കറ്റ് വേണ്ടായിരുന്നെന്ന് KKRനെ തോന്നിപ്പിക്കും വിധമാണ് പിന്നീടെത്തിയ പാട്ടീദാർ അടിച്ചത്. സ്പിന്നിനെതിരെയുള്ള മിടുക്ക് പാട്ടീദാർ ഒരിക്കൽ കൂടി കാണിച്ചു. അങ്ങനെ 22 പന്തുകൾ ബാക്കി നിൽക്കെ RCB വിജയത്തിലേക്ക്. പലകുറി അപമാനിതരായ ഈഡൻ ഗാർഡനിൽ നിന്നും RCB കുറി തല ഉയർത്തി മടങ്ങുന്നു. കൃത്യതയോടെ പന്തെറിഞ്ഞ പേസ്പട, പ്രതീക്ഷ നൽകുന്ന കൃണാൽ പാണ്ഡ്യ, വിക്കറ്റിന് പിന്നിൽ ജിതേഷിന്റെ സൂപ്പർ പെർഫോമൻസ്, കോഹ്ലിയും സോൾട്ടും ചേർന്ന ഓപ്പണിംഗ് സഖ്യം, ഫോമിലുള്ള പട്ടീദാർ. എങ്ങനെ നോക്കിയാലും സന്തോഷം മാത്രം നൽകുന്ന ഒരു മത്സരമാണ് ആദ്യ ദിനം RCB ആരാധകർക്ക് നൽകുന്നത്.